IPC 6B verification of data is done regularly by the infection prevention and control team. നമ്മുടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ടീമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്, ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡേറ്റയുടെ വെരിഫിക്കേഷൻ. നമ്മുടെ ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം തന്നെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഈ വെരിഫിക്കേഷൻ വേണ്ട, കാരണം നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ചക്ര പോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് PROമാർക്കും നേഴ്സിനും എനി വൺ ഓഫ് ദ ഒഫീഷ്യൽ സ്റ്റാഫ് ക്യാൻ ടേക്ക് ദ ഡേറ്റ റിലേറ്റഡ് ടു ദ ഇൻഫെക്ഷൻ പോസിബിലിറ്റീസ്. ഇൻ ദാറ്റ് കേസ് the infection prevention and control team should be authenticated the infection prevention control data. ആ ഒരു വെരിഫിക്കേഷൻ, അത് ക്രോസ് ചെക്കിങ്, അല്ലെങ്കിൽ അത് എൻ്റെയർ ഡേറ്റ വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് നടത്തണം. എന്നിട്ട് ആ ഡേറ്റയുടെ ആക്യുറസി നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ടീം തന്നെയാണ് ഈ ഒരു സർവൈലൻസ് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അതിനൊരു വെരിഫിക്കേഷൻ ആവശ്യമില്ല. അല്ലാത്ത പക്ഷം മെജോറിറ്റി ഡേറ്റ മറ്റ് സ്റ്റാഫുകളായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഡേറ്റ കളക്റ്റഡ് ഷാൾ ബി ഒതൻറ്റിക്കേറ്റഡ് ബൈ ദ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ടീം. അപ്പോൾ അത് എവരി ഡേറ്റ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റാതെ വരികയാണെങ്കിൽ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കണം. അപ്പോൾ ശരിക്കും ഈ ഡേറ്റയുടെ ആക്യുറസി നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആക്യുറസിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളത് വളരെ കൃത്യമായിട്ട് ഡേറ്റ ഒതൻറ്റിക്കേഷൻ ഉണ്ടാവണം.